ഇത് ഓണംതുരുത്ത് ഗ്രാമം. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ബ്ലോക്കിലെ ഒരു ചെറിയ ഗ്രാമമാണ് ഓണംതുരുത്ത്. അമലഗിരി, ഏറ്റുമാനൂർ, തെള്ളകം, അമ്മഞ്ചേരി, കാണക്കാരി എന്നിവയാണ് ഓണംതുരുത്തിന്റെ സമീപ ഗ്രാമങ്ങൾ. തോടുകളും പാടങ്ങളും കൃഷിത്തോപ്പുകളും നിറഞ്ഞ മനോഹരമായ ഗ്രാമമായ ഓണംതുരുത്ത് ഏറ്റുമാനൂരിൽ നിന്നും 6 കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. പുരാണ പ്രസിദ്ധമായ വേദഗിരിയുടെ ഭാഗമായിരുന്നു ഒരു കാലത്ത് ഈ ഗ്രാമം. ശ്രാവണദ്വീപ് എന്ന പേരിലായിരുന്നു ഓണംതുരുത്ത് അറിയപ്പെട്ടിരുന്നത്. ഈ ഗ്രാമത്തിൽ ചുറ്റും പാടങ്ങളാൽ ചുറ്റപ്പെട്ട തുരുത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുള്ള മഹാക്ഷേത്രമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. ഏകദേശം 5000 വർഷം മുമ്പ് വേദഗിരിയിൽ താമസിച്ച യമനിയമാസന ധ്യാനികൾ വ്യാസമുനിയിൽ നിന്നും അഭ്യസിച്ചിരുന്ന കാലത്ത് പാണ്ഡവപുത്രനായ ധർമ്മപുത്രരാണ് ഈ ഓണംതുരുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യം. ഒരു ദ്വാദശി നാൾ തിരുവോണ നക്ഷത്രത്തിൽ ധർമ്മപുത്രർ താമസിച്ചിരുന്ന വേദഗിരിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി ഒരു ദിവ്യ ജ്യോതിസ് കാണുകയും ഉടനെ അവിടെ എത്തി സമീപമുള്ള കുളത്തിൽ കുളിച്ച് ഭഗവാനെ ധ്യാനിച്ച് ചതുർബാഹുവായ വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിച്ചുവത്രേ. ദുരിതകാലങ്ങളിലൂടെയുള്ള യാത്രയിൽ ഭഗവാൻ മാത്രമാണ് തങ്ങൾക്ക് തുണിയായുള്ളൂ എന്നറിഞ്ഞ പാണ്ഡവർ ഈ വിഷ്ണു ചൈതന്യത്തെ ആരാധിച്ചു പോന്നു. പാണ്ഡവർ നിത്യേന ഇവിടെ വന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും അന്നം നിവേദിക്കുകയും ചെയ്തു വന്നു. താൻ ഭഗവാനെ നേദിച്ച അന്നം കൂടെയുള്ളവർക്ക് നൽകിയിട്ടേ ധർമ്മപുത്രർ വേദഗിരിയിലേക്ക് തിരിച്ചു പോയിരുന്നുള്ളൂ. ഈ മഹാദാനത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നും ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന നമസ്കാരം. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ഭക്തർക്കുള്ള അന്നദാനം. അയ്യായിരം വർഷത്തെ പ്രാചീനമായ വിഷ്ണു പ്രതിഷ്ഠയുള്ള ഇവിടെ ഇപ്പോഴുള്ള കൃഷ്ണവിഗ്രഹത്തിന്റെ പഴക്കം തന്നെ 2000 വർഷത്തിലധികമാണ്. ദൂരദേശങ്ങളിൽ നിന്നും ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ ഓണംതുരുത്തപ്പനെയും ദർശിച്ചിരുന്നു. മഹാതപസ്യായിരുന്ന വലിയമംഗലത്ത് സ്വാമികൾ ഏറ്റുമാനൂരപ്പനെ ദർശിച്ചതിനു ശേഷം ഈ ക്ഷേത്രവും സന്ദർശിച്ചതായി പറയപ്പെടുന്നു. ഭാഗവത പ്രചാരണ ചരിത്രത്തിലെ അവിസ്മരണീയമായ 6ാം സത്രം നടന്നത് ഈ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രം അനുഭൂതിദായകമാണെന്ന് ഭാഗവതഹംസ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി വിശേഷിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ഉപദേവതകളായ ശിവൻ, ശാസ്താവ്, ഗണപതി എല്ലാവരും ശ്രീകോവിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നാലമ്പലത്തിന്റെ തെക്കേ മണ്ഡപത്തിലാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മേടമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ ആറാട്ടോടെ ക്ഷേത്രത്തിലെ 8 ദിവസത്തെ വാർഷിക ഉത്സവം അവസാനിക്കും. പള്ളിവേട്ട, ശുദ്ധീകരണത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പ്രതീകമായ ആറാട്ട് എന്നീ ആചാരങ്ങളോട് കൂടിയ ഉത്സവനാളിൽ ഭഗവാന്റെ അനുഗ്രഹം നേടാനും ആഘോഷങ്ങളിൽ പങ്കുചേരാനും അനവധി ഭക്തർ വന്നുചേരുന്നു.
ഭക്തിയുടെയും ആത്മീയ പ്രാധാന്യത്തിൻ്റെയും ഊർജ്ജസ്വലമായ അന്തരീക്ഷമായിരിക്കും ഇവിടുത്തെ ഉത്സവ നാളുകൾ. ഇനിയും വരാം കാണാ കാഴ്ചകളുമായി.